PFIയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ കൂടി ഇന്ന് ബോംബെ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച വാർത്തയാണ് ഏറ്റവും അവസാനമായി PFIയുമായി നിരോധന കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യത്തിന്റെ വിവിധ കോടതികളിൽ നടക്കുന്ന നിയമപ്രക്രിയകളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അഥവാ മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്ത മഹാരാഷ്ട്ര ATS അന്വേഷിച്ച കേസിലാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഈ കേസ് എന്നുള്ളത് PFI നിരോധനത്തിന് മുമ്പ് PFI സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പരിപാടികൾക്ക് വേണ്ടി പോസ്റ്റർ ഡിസൈൻ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ഗ്രാഫിക് വർക്കുകൾക്ക് സഹായം ചെയ്യുകയും ചെയ്തു എന്നതിൻ്റെ കുറ്റം ചുമത്തിയാണ് ഗ്രാഫിക് ഡിസൈനർക്കെതിരെ UAPA അടക്കമുള്ള വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കുറ്റം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തതിന്. ഈ കേസിലാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. അഥവാ രാജ്യത്ത് PFI നിരോധനത്തിന് ശേഷം നടക്കുന്ന നിയമ പോരാട്ടങ്ങളുടെ മറ്റൊരു മുഖമാണ് ഇവിടെ മഹാരാഷ്ട്രയിൽ നിന്നും ഇന്ന് വന്നിട്ടുള്ള ഈ വാർത്ത എന്നുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാൽ മഹാരാഷ്ട്ര ബോംബെ ഹൈക്കോടതിയാണ് ഈ കേസിൽ ജാമ്യം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. നേരത്തെ PFI നിരോധനത്തിന് മുമ്പ് PFIയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുവേണ്ട സഹായ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള കുറ്റമാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ മറ്റു ഗുരുതരമായ ആരോപണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതൊക്കെ PFI നിരോധനത്തിന് മുമ്പാണ്, PFI പ്രവർത്തന അനുമതിയുള്ള സമയത്താണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള കുറ്റകൃത്യമായിട്ട് കാണാൻ കഴിയില്ല. PFI നിരോധനത്തിന് ശേഷമല്ല അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. PFIക്ക് പ്രവർത്തനാനുമതിയുള്ള കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന അദ്ദേഹം 2 വർഷത്തോളമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. സമാനമായ കേസിൽ ഹൈക്കോടതിയിലും ബോംബെ ഹൈക്കോടതിയിലും ഡൽഹി സുപ്രീം കോടതിയിലുമൊക്കെ ജാമ്യം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനും ജാമ്യം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള അനുമാനത്തിൽ കോടതി അത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് കൃത്യമായിട്ട് പറയേണ്ടതായിട്ട് വരും. അത് ഈ കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് വേണ്ടി പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്ത് നൽകിയെന്ന കുറ്റത്തിന് 2 വർഷമായി ജയിലിൽ കഴിയുന്ന നാസിക് സ്വദേശിയായ ഗ്രാഫിക് ഡിസൈനർ മൗലാന നസീബ മുല്ലയ്ക്ക് ജാമ്യം ആണ് നൽകിയിരിക്കുന്നത്. ബോംബെ ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ബാനറുകളും സോഷ്യൽ മീഡിയ പോസ്റ്ററുകളും ഉൾപ്പെടെ ഡിസൈൻ ചെയ്ത് നൽകി എന്നത് മാത്രമാണ് മുല്ലയ്ക്കെതിരായ കേസെന്ന് ജസ്റ്റിസുമാരായ S. ഗഡ്കരി, രാജേഷ് S. പാട്ടീൽ എന്നിവർ ഉൾപ്പെടുന്ന ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ആരോപിക്കപ്പെടുന്ന കുറ്റം ചെയ്ത സമയത്ത് പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയല്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയുള്ള ആഹ്വാനം ചെയ്തു. അങ്ങനെയുള്ള പലതരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നേരത്തെ NIA ഈ കേസ് മഹാരാഷ്ട്ര ATS ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം PFI നിരോധനത്തിന് മുമ്പ് PFIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പല ആളുകളെയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്ന പല ആളുകളെയും ഇത്തരത്തിലുള്ള നിരവധി കേസുകളിൽ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതി ചേർത്തിരുന്നു. PFIയുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് PFI നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട PFIയുടെ പ്രവർത്തന കാലയളവിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഏതെങ്കിലും അവരുടെ പ്രോഗ്രാമുകൾക്ക് സജീവമായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ പോലും പല കേസിലും പ്രതിയാക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ കോടതി വിധി പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോടതി ഉത്തരവ് എന്നുള്ളത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ PFIക്കെതിരെയുള്ള പോലീസ് നടപടികളിലെ അത്തരം നടപടികൾ ശരിയായ രീതിയിലല്ല നടന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും PFIയുമായി ബന്ധപ്പെട്ട നിരോധനവുമായി ബന്ധപ്പെട്ട കേസുകൾ അല്ലെങ്കിൽ PFI പ്രവർത്തകർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസുകൾ, അവരുമായി ബന്ധപ്പെട്ട മറ്റു സഹായങ്ങൾ ചെയ്തു തന്നിരുന്നു എന്നതിന്റെ പേരിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കേസുകൾ, SDPIയുമായി ബന്ധപ്പെട്ട് PFIയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് SDPI പ്രവർത്തകർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസുകൾ, ഇങ്ങനെ വിവിധങ്ങളായ കേസുകൾ രാജ്യത്തിന്റെ കോടതികളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും വീണ്ടും ഇത്തരം ഒരു കേസിൽ കൂടി ഈ മഹാരാഷ്ട്ര ATS ആരോപിക്കപ്പെടുന്ന പോലെയുള്ള ഗുരുതരമായ കുറ്റകൃത്യമല്ല ഇത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിധിയാണ്
മഹാരാഷ്ട്ര ബോംബെ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നത് ആണ് ഈ വിധിയെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്ന കാര്യം. ഏതായാലും PFIയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളുടെ കൂടുതൽ വ്യക്തമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ കോടതികളിൽ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.